നമ്മളെല്ലാവരും രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം നിർജ്ജലീകരിച്ച ഒരു അവസ്ഥയിലായിരിക്കും. അതിൻ്റെ കാരണം ഏകദേശം ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ പോലും അറിയാതെ. അത് ശ്വാസത്തിലൂടെയാണ്, വിയർപ്പിലൂടെയാണ്. മാത്രമല്ല ഉറക്ക സമയത്ത് ശരീരം റിപ്പയർ ചെയ്യുന്നുണ്ട്, അതിനും ഒരുപാട് ജലാംശം ആവശ്യമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ഏകദേശം ഒരു 500 ml എന്ന് വെച്ചാൽ 2 ഗ്ലാസ് വെള്ളത്തോളം നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. മാത്രമല്ല രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ ശരീരത്തിൽ മോർണിംഗ് സർജ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അതെന്താണ്? ശരീരത്തിലെ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ പെട്ടെന്ന് കുത്തനെ കൂടാൻ തുടങ്ങും, BP കൂടും, ഹൃദയമിടിപ്പ് കൂടും, രക്തധമനികൾ ചുങ്ങാൻ തുടങ്ങും. ഇതൊക്കെ നമ്മുടെ ശരീരം ഒന്ന് ആക്റ്റീവ് ആവുന്നതിന്റെ നോർമൽ ആയിട്ടുള്ള മാറ്റങ്ങളാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറവാണെങ്കിൽ രക്തം കട്ടി കൂടുകയാണ്. പകൽ സമയത്താണെങ്കിൽ രക്തം കട്ടി കൂട്ടുന്ന ഘടകങ്ങൾ 30% കൂടുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് പല ആളുകൾക്കും അറ്റാക്ക് കൂടുതലും സംഭവിക്കുന്നത് രാവിലെ സമയത്തായി മാറുന്നത്. ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നത് രാവിലെ എണീറ്റ് ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും എണീറ്റ ഉടനെ കോഫിയോ ചായയോ ചൂടോടെ കുടിക്കരുത്. അത് പലപ്പോഴും നിർജ്ജലീകരണം കൂട്ടുകയാണ് ചെയ്യുക. മറ്റൊരു കാര്യം, രാവിലെ എണീറ്റ് ദാഹമില്ലെങ്കിൽ പോലും വെള്ളം കുടിക്കണം. ഇതുവഴി BP, ഹൃദയമിടിപ്പ്, രാവിലത്തെ തലവേദന ഇതെല്ലാം കുറയ്ക്കാനായിട്ട് സാധിക്കും.